ഇന്ന് നമുക്ക് അല്പം സംഗീതം പഠിച്ചാലോ? പാട്ടുപാടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് ടീച്ചർ. എനിക്ക് പാടാൻ ഇഷ്ടമാണ് ടീച്ചർ, പക്ഷേ സംഗീതം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പാടാൻ മടിയാണ്. എനിക്കും പാടാൻ ഒരുപാട് ഇഷ്ടമാണ് ടീച്ചർ. പഠിക്കണമെന്ന് നല്ല ആഗ്രഹവുമുണ്ട്, പക്ഷെ ഇപ്പം പഠിക്കാനുള്ള സാഹചര്യമില്ല. ശരി, നിങ്ങൾ എല്ലാവർക്കും സംഗീതം ഇഷ്ടമാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിച്ചാലേ നമുക്ക് പാടാൻ പറ്റുമെന്നൊന്നുമില്ല. പാടണം എന്ന് തോന്നുമ്പോൾ ധൈര്യമായിട്ട് പാടുക. സംഗീതം പാടുന്നവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്കും അത് ഗുണം ചെയ്യും. നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നമുക്ക് പാടാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അത് സഹായിക്കും. നമ്മുടെ ഏകാഗ്രത കൂട്ടാൻ, പലവിധ ശബ്ദങ്ങൾ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സംഗീത പഠനം കൊണ്ട് സാധ്യമാകും. സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കൂടെ കുറയുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം സംഗീതം എന്ന് പറയുന്നത് വികാരത്തിൻ്റെ ഭാഷയാണ്. അതിന് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫിലിം സോങ്സിലൊക്കെ സങ്കടം വരുമ്പോൾ വല്ലാത്തൊരു മ്യൂസിക് ആയിരിക്കും. മ്യൂസിക് കയറുമ്പോഴായിരിക്കും നമ്മൾ കരഞ്ഞു തുടങ്ങുക. അതുപോലെ ഹാപ്പിനെസ് കാണിക്കാൻ വേണ്ടി നല്ല ഋതം കൂടിയ ഒരു ചെണ്ടമേളം ഇല്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് ഹാപ്പിനെസ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് വേറൊരു ട്യൂണായിരിക്കും ഇടുന്നത്. അപ്പോൾ അത് ആ ഒരു സീനിൻ്റെ എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സംഗീതം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിക്കാറുണ്ടല്ലോ അല്ലേ? ആദ്യം നിങ്ങൾ റൈംസ് ഒക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പാടുന്നത്? ABCD നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചേ? ABCDEFGHIJKLMNOP ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പാടുന്നത്? എന്തുകൊണ്ടാണ് റൈംസ് വഴി പഠിപ്പിച്ചേ? ABC ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ABCD. ഇപ്പോൾ മ്യൂസിക്കിൻ്റെ ഹെൽപ്പിലൂടെയാണ് നമ്മളെങ്ങനെ പെട്ടെന്ന് കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നത്? എങ്ങനെയാണ്? മ്യൂസിക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ നമ്മൾ മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇല്ലേ? മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്കില്ല് കൂടും, നമ്മുടെ ഊർജ്ജസ്വലരാകാൻ പറ്റും, നിങ്ങളുടെ കഴിവിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങൾ സംഗീതത്തിന് തരാൻ പറ്റും. ഓക്കെ, നമ്മുടെ പഠനത്തിൻ്റെ ആക്ടിവിറ്റി ബുക്കിൽ സംഗീതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ പരിശീലിച്ചിരുന്നു ഇല്ലേ? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിക്കാം. ഇനി സംഗീതം പഠിച്ചില്ല എന്നുള്ള വിഷമമൊന്നും നിങ്ങൾ ആർക്കും വേണ്ട കേട്ടോ. ആകട്ടെ, കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു കാര്യം പറഞ്ഞു വിട്ടിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പറഞ്ഞിരുന്നേ? സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നത് കേട്ടോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് കേട്ടോ? ഏതെല്ലാം ഉപകരണങ്ങൾ കേട്ടു? ഞാൻ തബല വായിക്കുന്നത് കേട്ടു ടീച്ചർ. ചെണ്ടമേളത്തിന്റെ വീഡിയോ കണ്ടു ടീച്ചർ. ചെണ്ടമേളത്തിന്റെ വീഡിയോ ഞാനും കേട്ടു ടീച്ചർ. ഞാൻ വയലിൻ വായിക്കുന്നത് കേട്ടു ടീച്ചർ. അവയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കാൻ? നല്ല രസമായിരുന്നു. എന്തുകൊണ്ടാ രസം വന്നേ? നല്ല താളത്തിലായതുകൊണ്ട് അല്ലേ? ഇപ്പോൾ താളത്തിന് സംഗീതത്തിൽ ഒരു വലിയ പ്രാധാന്യമുള്ളൊരു ഘടകമാണ് അല്ലേ? താളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. താളത്തിൽ പാടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആസ്വദിക്കുക. താളമില്ലാതെ പാടുമ്പോൾ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് താളത്തിൽ പാടുമ്പോഴാണ് അതിനൊരു സ്ട്രക്ചർ വരുന്നത്, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ശ്രുതിമാതാ ലയപിത എന്നാണ്. സംഗീതത്തിൻ്റെ അമ്മ ശ്രുതിയും അച്ഛൻ ലയവുമാണ്. ഇനി ടീച്ചർ ഒരു പാട്ട് പാടാം. നിങ്ങളെല്ലാവരും അതനുസരിച്ച് കൈകൊട്ടിക്കേ. ONVയുടെ ഒരു ചെറിയൊരു കവിതയാണ്, അതൊന്ന് ടീച്ചർ ഒന്ന് പാടാം. പച്ചമലൈ പവിഴമലൈ എങ്കമലൈ നാട്, പച്ച കുത്താൻ പടികടന്നു വരും കുറത്തിപ്പാട്. അയ്യോ, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ താളം കുട്ടിയെ. താളം ഇടുമ്പോൾ അതിന് ചെറിയ ഒരു ഇൻ്റർവെല്ലുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ വേണം, അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ വേണം നമ്മൾ താളം ഇടാൻ. ഇനി ടീച്ചർ ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് വെച്ച് പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് താളം ഇടുന്നതെന്നുള്ളത്. ആദ്യം 1 2 3 ടീച്ചർ പറയുന്ന പോലെ താളം ഇടണം. 1 2 3 ഇത്രയട്ടെ. 3. ഇപ്പോൾ ഇനി 3ക്ക് അതേ ഗ്യാപ്പ് എടുക്കണം. 1 2 3 1 2 3 ഇട്ടെ. 1 2 3 1 2 3. ഇനി 1 2 3 4 ഇടാം. 1 2 3 4. ഇപ്പോൾ നമ്മുടെ കർണാടക സംഗീതത്തിൽ നമ്മൾ ഈ 1 2 3 4 എന്നല്ല പറയുന്നത്. അതിന് ത
തക്കദിമി എന്ന് പറഞ്ഞൊരു ചൊൽക്കെട്ടായിട്ട് പറയുന്നത്. കാരണം നമുക്ക് പ്രൊനൗൺസിയേഷൻ ഈസി ആകുമ്പോഴാണ് സ്പീഡിൽ പറയാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടി 1 2 3 ഒക്കെ ഒന്ന് ഇപ്പോൾ ഞാൻ 1 എന്ന് പറഞ്ഞ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്ന് പറയുന്നതിനേക്കാളും ഈ തക്കദിമി എന്ന് പറയുന്ന വാക്കുകൾ അതായിരിക്കും പറയാൻ ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് പറയണം. ത ത ദി മീ എന്നിട്ടേ ത ത ദി മീ 1 2 3 4. ഇനി ഇതിൻ്റെ അടുത്ത സ്പീഡൊന്ന് കൊട്ടാം. 1 2 3 4 എന്നിട്ടേ 1 2 3 4. ഇനി 2ഉം 3യും സൈലൻ്റ് ആയിരിക്കണം. 1 2 3 4 1 2 3 4 ഇട്ടേ 1 2 3 4 1 2 3 4. അപ്പോൾ താളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മൾ ഏറ്റവും സ്ലോ ആയിട്ട് പഠിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് താളം ഇടാൻ. സ്പീഡിലിടാൻ ഈസിയാണ്. ഇപ്പോൾ നോക്കൂ 1 2 3 4. ഇനി ഈസി ആയിരിക്കും. ഇനി 2 4ഉം ഓഫ് ചെയ്ത് നോക്കിയേ 1 2 3 4 എന്നിട്ടേ നിങ്ങൾ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. 1 2 3 4. പച്ചമലൈ പവിഴമലൈ ഗംഗമലൈ നാട് പച്ച കുത്താൻ പടികടന്നു വരും കുറത്തിപ്പാട് നീല നീലാകാശമാകും പന്തലിനു കീഴെ ചേലിനൊരു പച്ച നക്കില വെച്ച പോലാ നാട് പച്ചമലൈ പവിഴമലൈ പച്ചമലൈ പവിഴമലൈ ഗംഗമലൈ നാട് പച്ച കുത്താൻ പടികടന്നു വരും കുറത്തിപ്പാട്. ഇപ്പൊ എല്ലാരും ഒരുപോലെയാണല്ലോ കൊട്ടിയത് ഇല്ലേ? വെരി ഗുഡ്. ഇപ്പൊ ഞാൻ പാടിയ പോലെ വേറൊരാള് ഇതേ താളത്തിലുള്ള ഒരു പാട്ട് പാടിക്കേ. 1 2 3 4 1 2 3 4. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. വളരെ നന്നായിട്ട് താളം ഇട്ടു. താളം ഇട്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചുകൂടെ രസമായിരുന്നില്ലേ? എല്ലാരും ഒരേപോലെ ഇട്ടപ്പോ. നേരത്തെ എങ്ങനെയായിരുന്നു? നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു താളത്തെ കുറിച്ച് ഇല്ലേ? താളം വന്നപ്പോ അതിൻ്റെ ഒരു കളർ അങ്ങ് മാറി. ഇതാണ് താളത്തിന്റെ ശരിക്കുള്ള പ്രാധാന്യം. സംഗീതത്തിലെ താളം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഘടകമാണ്. ഒരു കോമ്പോസിഷന്റെ സ്ട്രക്ചർ നിർണ്ണയിക്കുന്നതിൽ താളത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. സംഗീതത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും താളത്തിൽ അടക്കം ചെയ്തിരിക്കുകയാണ്. നമ്മൾ രാഗം പാടുകയാണെങ്കിലും ഒരു ശ്ലോകം പാടുകയാണെങ്കിലും എല്ലാത്തിനും താളം നിർബന്ധമാണ്. താളം പൊതുവേ നമ്മൾ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും അതിനകത്തും ഒരു താളമുണ്ട്. ഇപ്പോൾ ടീച്ചർ സംസാരിക്കുന്നതിൽ ഒരു താളമുണ്ട്. ടീച്ചർ ഒരു താളത്തിൽ പയ്യെ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ നടക്കുന്നതിലും ഒരു താളമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗൗരി എന്ന് പറയുന്നതിൽ ഒരു താളമുണ്ട്. തക്ക ശിവാനി ത കീട്ട ശിവനി എന്ന് പറയില്ലല്ലോ, ശിവാനി ആ ഒരു കാരുവ. അതടുത്ത് സാത്വിക ത കീട്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ പേരിന് പോലും താളമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ താളത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്? നമ്മുടെ സംഗീതം പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു താളമാണ് ആദിതാളം. ഇത് നമ്മുടെ സംഗീതത്തിൻ്റെ അടിസ്ഥാന ഒരു താളമാണ്. ആദിതാളത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ എല്ലാവരും കൂടെ ഒരു ആദിതാളം ഒന്നുകൂടെ ഇട്ടേ. 1 2 3 4 5 6 7 8. അടിച്ച് ബീറ്റില്ലേ? ബീറ്റിന് നമ്മൾ അക്ഷരകാലം എന്ന് പറയും. 1 2 3 4 5 6
7 8. ഇതിനെന്താ പറയുക? അക്ഷരകാലം. ആദ്യ താളത്തിന് എത്ര അക്ഷരകാലം ഉണ്ട്? 8. അപ്പോൾ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ. തക്ക ദിമ്മി 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 തക്ക ജണു താം. ഇപ്പൊ നമ്മൾ ഇട്ടത് ആദ്യ താളത്തിന്റെ 2 കളയിൽ വരുന്ന താളമാണ്. അതായത് സ്ലോ ആയിട്ടുള്ള താളം. ഇനി ഇതിന് കുറച്ചുകൂടെ ടെമ്പോ കൂട്ടിയൊരു താളമുണ്ട്. തക്ക ദിമ്മി 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 തക്ക ദിമ്മി. ഇപ്പം ഞാൻ ഒരടിക്ക് എത്ര അക്ഷരം ഇട്ടു? 4 അല്ലേ? അപ്പോൾ 8-ന്ന് 4 മൈനസ് ചെയ്താൽ എത്രയായി? 4. അതിൻ്റെ 8-ന്റെ പകുതി ഇട്ടു. അപ്പോൾ താളത്തിൻ്റെ വേഗത കൂടി. മിക്കവാറും കോമ്പോസിഷൻസ് നിങ്ങൾ കേട്ട് ഫേമസ് ആയിട്ടുള്ളതൊക്കെ ഈ താളത്തിലായിരിക്കും. മധ്യമകാലത്തിലുള്ള ആദ്യ താളം. ഒരു പാട്ട് പാടാം. നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കീർത്തനമാണ്. വാതാപി ഗണപതിം ഭജേ ഹം വാതാപി ഗണപതിം ഭജേ ഹം വാതാപി ഗണപതിം ഭജേ ഹം. ഇങ്ങനെ പാടുന്നില്ലേ? ഇത് ഒരു കള ആദ്യ താളത്തിൽ. ഇനി ഒരു കള ആദ്യ താളത്തിലായിരിക്കും മിക്കവാറും ലൈറ്റ് മ്യൂസിക്കിലൊക്കെ വരുന്നത്, ഫിലിം സോങ്സ് ഇല്ലേ? ഒരു എക്സാമ്പിൾ ഒരാൾക്ക് പാടാമോ? ഒരു ലൈറ്റ് മ്യൂസിക് ഒന്ന് പാടിക്കേ. ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്ര തൻ തേർത്തെളിക്കാൻ ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. വളരെ മനോഹരമായിട്ട് പാടിയല്ലോ. ഇതിൽ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്താണെന്നറിയോ? നമ്മൾ ആദ്യം പഠിച്ച 1 2 3 4 തന്നെയാണ് ഇതിൽ ഇല്ലേ? നമ്മൾ താളം ഇടുന്ന രീതിക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇല്ലേ? ഇപ്പോൾ 1 2 3 4 ഇട്ടാലും ആ ലൈറ്റ് മ്യൂസിക് വളരെ മനോഹരമായിട്ട് തന്നെ പോകും. പിന്നെ ആദ്യ താളം ഇടുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു താളത്തിൻ്റെ ഒരു ലൈനില്ലേ, ആ ഒരു ലൈൻ ഓർമ്മകൾ മായുമോ നീർക്കുമിള പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ ഇല്ലേ? ഈ ഒരു ലൈൻ തീരുമ്പോഴായിരിക്കും ആദ്യ താളവും തീരുന്നത്. അപ്പോൾ നമുക്കൊരു ലൈൻ തീർന്നു എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ താളത്തിൻ്റെ ഒരു സ്ട്രക്ചർ ആദ്യ താളത്തിൽ ഇടുമ്പോൾ ഉള്ള ഗുണം, ആ ഒരു ലൈൻ തീർന്നു എന്നുള്ള ഒരു പ്രതീതിയും നമുക്ക് കിട്ടും, പാടുന്നവർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ ആദ്യ താളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വായ്പ്പാട്ട് മാത്രമല്ല, ലളിതഗാനം മാത്രമല്ല, നമ്മളിപ്പോൾ ഇട്ട ആദ്യ താളം തന്നെയാണ് ഭാരതീയ സംഗീതത്തിലുള്ള ഉപകരണ സംഗീതത്തിലും ഉപയോഗിക്കുന്നത്. സ്ക്രീനിൽ ചില സംഗീത ഉപകരണങ്ങൾ ആദ്യ താളത്തിൽ വായിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പോൾ നമ്മൾ ആദ്യതാളം പഠിച്ചു അല്ലേ? വായ്പ്പാട്ട് മാത്രമല്ല, സംഗീത ഉപകരണങ്ങൾക്കും ആദ്യതാളം കോമൺ ആണെന്നുള്ളത് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇനി ആദ്യതാളം അല്ലാതെ മറ്റു ചില താളങ്ങളെക്കുറിച്ചുകൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ കർണാടക സംഗീത ശാഖയിൽ അലങ്കാരങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ
പഠിക്കാനുള്ള ഒരു കാര്യമാണ് സപ്തതാളങ്ങൾ. ഈ സപ്തതാളങ്ങളുടെ പേരുകൾ ടീച്ചർ ഇപ്പോൾ പറയാം. ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ജമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം. അങ്ങനെ മേജറായിട്ട് 7 പേരാണുള്ളത്. സപ്തസ്വരങ്ങൾ പോലെ സപ്തതാളങ്ങൾ മെയിനായിട്ടുണ്ട്. ഇവയിലെല്ലാം ലഘുവുണ്ട്. ലഘുവിൻ്റെ ജാതിഭേദം നമുക്ക് കാണാൻ സാധിക്കും. ഭാരതീയൻ്റെ മാത്രം ഒരു അഭിമാനമാണ് നമ്മുടെ ഈ താള സിസ്റ്റം. മറ്റ് രാജ്യങ്ങളിലൊക്കെ വെറും 1 2 3 4 വന്ന സമയത്ത് നമുക്ക് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു താള സിസ്റ്റം മാത്തമാറ്റിക്സിൽ നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് അഭിമാനിക്കേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ, നമ്മളതൊക്കെ അറിയണ്ടേ. നമ്മുടെ ലഘുജാതി ഇല്ലാതെ കാണിക്കുന്ന കുറച്ച് താളങ്ങൾ. ലഘു ഇല്ലാത്ത താളങ്ങളെ നമ്മൾ ചാപ്പ് താളം എന്ന് പറയും. ചാപ്പ് എന്ന് പറയുമ്പോൾ അടി മാത്രം അല്ലേ. ഈ ചാപ്പ് താളങ്ങൾ ശരിക്കും പറയുന്നത് നമ്മുടെ നാടൻ ശീലുകളിൽ നിന്ന് എടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ചാപ്പ് താളങ്ങളിൽ പല വെറൈറ്റി ഉണ്ട്. തിസ്ര ചാപ്പ്, ഖണ്ഡചാപ്പ്, മിശ്ര ചാപ്പ്, ഇങ്ങനെ 3 തരത്തിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ചാപ്പ് താളങ്ങളുണ്ട്. സങ്കീർണ ചാപ്പ് വേറെ ഉണ്ട്, പക്ഷെ അത് അധികം പ്രയോജനപ്പെടുത്തി കണ്ടിട്ടില്ല. അതിലുള്ള ഒരു കോമ്പസിഷൻസ് ആരും ചെയ്ത് കണ്ടിട്ടില്ല. നമുക്ക് ഈ 3 താളങ്ങളെക്കുറിച്ച് ഇനി പരിചയപ്പെടാം. ആദ്യത്തെ ചാപ്പ് താളം തിസ്ര ചാപ്പ്. തിസ്രം എന്ന് വെച്ചാൽ 3. അപ്പോൾ 3 അടി വരും. ത കി ട, ത കി ട, ത കി ട. 1 2 3, 1 2 3. എല്ലാവരും ഒന്ന് ഇട്ടേ. 1 2 3, 1 2 3, 1 2 3. ഇപ്പോൾ മനസ്സിലായോ? ഇതിനെയാണ് തിസ്ര ചാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ലഘുജാതി വന്നോ? അടിച്ചിൽ വിരലെണ്ണിയോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ നാടൻ ശീലുകളിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ നാടൻ ശീലിൽ നിന്ന് വരുമ്പോൾ അവർക്കിങ്ങനെ അംഗമൊന്നും ഇടാനറിയില്ല. ഇതുപോലെയൊന്നും ഇടില്ല. ഈ വീച്ചൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? 1 2 3 ഓഫായിരിക്കും. 1 2 1 2 1 2 ഇങ്ങനെയാണ് ഇടുന്നത്. ഓക്കെ. ഇനി കർണാടക സംഗീതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തിസ്ര ചാപ്പിടുന്ന രീതിയാണ് ഇപ്പോൾ നാം പറഞ്ഞു തന്നത്. 1 2 3, 1 2 3. ഇനി ടീച്ചർ സ്ക്രീനിൽ ഒരാൾ പാടുന്ന കേൾപ്പിക്കാം. ഒരു ചലച്ചിത്ര ഗാനമാണ്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ തിസ്ര ചാപ്പ് ഒന്ന് ഇടാൻ പറ്റുമോ എന്ന് നോക്കിയേ. ഒന്നുകിൽ 1 2 1 2 എന്ന് ഇടുക, അല്ലെങ്കിൽ 1 2 3. ഇതിലേതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് നിങ്ങൾ തന്നെ താളമിട്ട് നോക്കി പരിശീലിച്ച് നോക്കുക. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലെന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, കിളിമകൾ വന്നില്ലേ. ഇനി നമുക്ക് ഖണ്ഡചാപ്പിലേക്ക് പോകാം. ഖണ്ഡം എന്ന് വെച്ചാൽ എത്രയാ? 5 അല്ലേ. ഈ 5 നമ്മൾ എങ്ങനെ താളം പിടിക്കും? തക്ക ത കീട്ട, തക്ക ത കീട്ട, തക്ക ത കീട്ട, തക്ക ത കീട്ട. ഒരടിയിൽ 2. 1 2 1 2 3, 1 2 1 2 3, 1 2 1 2 3. അവിടെ 1 2-ലൊരു താളം ഒരടി, 1-ലൊരു താളം, 1 2-ലൊരു താളം, 3 ഓഫാണ്. 1 2 1 2 3. 3-ൽ താളം ഇടുന്നില്ല കേട്ടോ. ഒന്ന് ഇട്ട് നോക്കിയേ. 1 2 1 2 3. തക്ക ത കീട്ട, തക്ക ത കീട്ട, തക്ക ത കീട്ട, തക്ക ത കീട്ട, തക്ക ത
കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട. ഇതിൻ്റെ രണ്ടാം കാലം ഒന്ന് പറഞ്ഞേ. തക്ക തക്കിട്ട 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 താം. ഖണ്ഡജാപ്പിലുള്ള കുറച്ച് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സിനിമാ ഗാനം നമുക്കൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾക്കതിൽ താളം ഇടാൻ പറ്റുമോ എന്ന് നോക്കിയേ. സൗപർണികാമൃത ബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും ഇൻമനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. അതുപോലെ കർണാടക സംഗീതത്തിൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പാട്ട് ഞാൻ പാടി കേൾപ്പിക്കാം. എല്ലാവരും ഖണ്ഡജാപ്പ് ഇട്ടേക്കണേ. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പവനജ സ്തുതി പാത്ര പാവന ചരിത രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ. ഇത് തുടർച്ചയായിട്ട് പരിശീലിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു താളമാണ് ഖണ്ഡജാപ്പ്. ഇനി നമുക്ക് മിശ്രജാപ്പിലേക്ക് പോകാം. മിശ്രം എന്ന് വെച്ചാൽ 7. തിസ്രവും മിശ്രവും മാറിപ്പോവല്ലേ. തിസ്രം എന്ന് വെച്ചാൽ 3, മിശ്രം എന്ന് വെച്ചാൽ 7. അപ്പോൾ മിശ്രജാപ്പിന് 7 ടോട്ടൽ അക്ഷരകാലം വരുന്നത്. നമുക്കതിനെ ഇങ്ങനെ ഇടാം. 1 2 3 1 2 3 4 1 2 3 1 2 3 4 ത കിട്ട തക്ക ധിമി തക്കിട്ട 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 തക്ക ധിമി. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കിയാലോ. തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി 1 2 3 1 2 3 4 1 2 3 1 2 3 4. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താളത്തിനൊരു ഗ്രിപ്പ് ഉണ്ടാവും. ഉറക്കെ പറഞ്ഞ് ശീലിക്കുക ആദ്യം. അതിനുശേഷം മനസ്സിൽ പറഞ്ഞിട്ട് നോക്കുക. അതിനുശേഷം പാടി നോക്കുക. നിങ്ങൾക്ക് താളമേ തെറ്റില്ല. ഇനി മിശ്രചാപ്പിലുള്ള ചലച്ചിത്രഗാനം നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാവരും സ്ക്രീനിൽ നോക്കി കേട്ടിട്ട് നിങ്ങൾ താളമിട്ട് നോക്കുക. രാരീ രാരീരം രാരോ പാടീരാ കിളിപ്പാടി പൂമിഴികൾ പൊട്ടിമെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളെ വെണ്ണിൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരം പൂത്തു വെൺതാരം പൂത്തു മന്ദാരം രാരീ രാരീരം രാരോ പാടീരാ കിളിപ്പാടി. ഇനി ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഏത് താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ലേ? ഇനി ഇതൊക്കെ പഠിച്ചതൊക്കെ നിങ്ങളെന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇനി കേൾക്കുന്ന പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ കേൾക്കുക. പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താളം പിടിക്കാൻ തോന്നുന്നത്? അത് ശരിയാവുന്നുണ്ടോ? ഇത് ഏത് താളമാണ്? ഖണ്ഡജാപ്പാണോ, ആദിതാളമാണോ, തിസ്രജാപ്പാണോ എന്നുള്ളത് നിങ്ങളത് വിലയിരുത്താൻ ശ്രമിക്കുക. താളത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.